വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ലേസിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചറിൽ നമ്മൾ പൊട്ടറ്റോ ചിപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരിക്കും കുട്ടികൾ ലേസൊക്കെ വേണമെന്ന് വാശി പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയും ആണ്, നമ്മളൊരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ പൊട്ടറ്റയാണ്. ഇത് ഫ്രഷ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാനിവിടെ 2 സ്ലൈസറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റോകൾ സ്ലൈസ് ചെയ്ത് ഡയറക്റ്റ് വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ ഈ ഡിസൈൻ സ്ലൈസർ കൊണ്ടും നമുക്ക് ഇച്ചിരി പൊട്ടറ്റോ കുറച്ച് ഡിസൈനായിട്ട് കിട്ടും നമ്മൾ സ്ലൈസ് ചെയ്ത് എടുക്കുമ്പോഴേക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് സ്ലൈസ് ചെയ്തിടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ സ്ലൈസ് ചെയ്തിടേണ്ടത് നമ്മൾ ആ വെള്ളത്തിലോട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം ഇതിൽ ഒത്തിരി സ്റ്റാർച്ച് ഉണ്ട്. അത് കാരണം പൊട്ടറ്റോ നമ്മൾ പുറത്ത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ നിറമൊക്കെ ആകപ്പാടെ മാറിപ്പോവും. കണ്ടോ, ഒത്തിരി തിന്നായിട്ടായിരിക്കുന്നത് നമ്മൾ സ്ലൈസ് ചെയ്ത് കിട്ടുമ്പോഴേക്കും. അപ്പോൾ ഈ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇത് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പൊട്ടറ്റോ ഒന്ന് സ്ലൈസ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ എല്ലാ പൊട്ടറ്റോയും നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 2 വെള്ളത്തിൽ കൂടെ കഴുകിയിട്ട് ഒരു ഡ്രെയിനറിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും അരിപ്പയിൽ കൂടെ വെള്ളം എല്ലാം കളഞ്ഞ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് അടുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫാനിൻ്റെ കീഴി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കിച്ചൺ ടവലുണ്ടെങ്കിൽ അതിട്ട് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വെയിലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ഡ്രൈ ചെയ്തെടുത്താലും മതി. എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മളിതൊന്ന് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പാനെടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ആ പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, നമ്മുടേത് 5 മിനിറ്റ് കഴിഞ്ഞ് 5-10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഫാനിൻ്റെ അടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം അളവ് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ട് നമ്മളിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഓരോ പീസസായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുത്താലും മതിയാവും. ഞാൻ പിന്നെ ഒത്തിരി ചേർന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ പീസസായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിലേ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മൾ ആ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കുക. ആ വെള്ളം ഒഴിക്കുമ്പോഴേക്കും ചെറുതായിട്ടൊരു പൊട്ടലുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് നിൽക്കുക അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടേത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കുട്ടികൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിതിൻ്റെ പുറത്ത് കുറച്ച് മുളക് പൊടി കൂടെ സ്പൈസി ആയിട്ട് ഇച്ചിരി വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചപ്പോഴേക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.